ഹലോ ഹായ് ഡിയർ ഫ്രണ്ട്സ്. അങ്ങനെ വീട്ടിൻ്റെ മുറ്റത്തുനിന്ന് ഇറങ്ങുന്നു. അതായത് കുട്ടി ഇറങ്ങിക്കഴിഞ്ഞു. ഇത് ഏർലി മോർണിംഗ് അവേഴ്സ് അല്ല കേട്ടോ. ഇതിപ്പോൾ ഒരു 9:30 മണിയെല്ലാം കഴിഞ്ഞു. കുറച്ച് വെയിലൊക്കെ വന്നിട്ടുണ്ട്. പക്ഷേ ഇന്ന് നമ്മൾ കറക്റ്റ് പറഞ്ഞാൽ ഒരു ഫുഡ് ടൂറാണ് നടത്താൻ പോകുന്നത്. സിറ്റിയിലല്ല, സിറ്റി വിട്ടിട്ട് ഒരു 10-25 കിലോമീറ്ററൊക്കെ പോയിട്ട് വെഞ്ഞാറമൂട്, നെടുമങ്ങാട് ഇങ്ങനെയുള്ള കുറച്ച് പ്രാന്തപ്രദേശങ്ങളിൽ, ഗ്രാമപ്രദേശങ്ങളും കവർ ചെയ്യുന്ന രീതിയിൽ നല്ല നല്ല ഫുഡ് ജോയിൻറ്റ്സ് ഉണ്ട്. ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു കടകളായിരിക്കും, പക്ഷെ നല്ലതാണ്. എക്സാക്റ്റ് ലൊക്കേഷനും കാര്യങ്ങളൊക്കെ ഞാൻ അവിടെ ചെന്നിട്ട് പറയാം. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ അതാണ്. ഓക്കെ, യാത്ര തുടങ്ങാം. അങ്ങനെ ആദ്യത്തെ ഫുഡ് സ്പോട്ട് എത്തിയിരിക്കുവാണ്. അതായത് വളവിലെ തട്ടുകട. ഇതൊരു ചെറിയ കടയാണ്, പക്ഷേ ഭയങ്കര രസമാണ്. ഇവിടുത്തെ സ്പെഷ്യാലിറ്റി വെച്ചാൽ അൽഫാം കുഴിമന്തി, പഴംപൊരി ബീഫ്, കപ്പയും ബീഫും. അതാണ് ഇവരുടെ സ്പെഷ്യൽ. കപ്പയും ബീഫും 100 രൂപ, പഴംപൊരി ബീഫ് 60, അൽഫാം ആൻഡ് കുഴിമന്തി 100. ഇതൊരു വളവാണ്. ഇത് ശരിക്കും പറഞ്ഞാൽ നെടുമങ്ങാട് നിന്ന് വെമ്പായം പോകുന്ന റൂട്ടാണ്. ഇരിഞ്ചിയം ജംഗ്ഷൻ എത്തുന്നതിന് തൊട്ട് മുമ്പ്. ഇതാണ് കട. അതെ, കടയുടെ ഓണർ ഇരിപ്പുണ്ട് ഇവിടെ. അമ്മയും മോനും കൂടെയാണ് ഇവിടെ തുടക്കത്തിൽ. അല്ലേ? യെസ്. ആ മോന് പോളിടെക്നിക്കിൽ പഠിക്കുന്നത്. അപ്പൊ ഇത് ക്ലാസ്സിൽ പോയിരിക്കുകയാണ്, ആറ്റിങ്ങിൽ പോയിരിക്കുകയാണ്. എന്താ പേരെന്താണ്? അല്ല, എന്റെ പേര് ജെയിനി. ജെയിനി. ഓ, കൊള്ളാം. എത്ര നാളായി ഈ കട തുടങ്ങിയിട്ട്? 7 months. കൊള്ളാം. കട വളവിലെ തട്ടുകട, അടിപൊളി പേര്. എല്ലാം ഉണ്ടാക്കി കഴിഞ്ഞു. ഒറ്റയ്ക്കാണോ ഉണ്ടാക്കുന്നത്? ഒറ്റയ്ക്കാണ്. ഓക്കെ. അപ്പൊ അതായത് പഴംപൊരിയും റെഡി, ബീഫും കപ്പയും ബീഫും, മന്തി, കുഴിമന്തി. കപ്പയുടെ കൂടെ വേറെ ചിക്കനൊന്നും ഇല്ല, ബീഫ് തന്നെയാണ്. വേറെ കറികളൊന്നും ഐറ്റങ്ങളൊന്നുമില്ല. ഓ, നേരം കിട്ടൂല. അതെ അതെ, എല്ലാം കൂടെ ചെയ്യണ്ടേ. ഇതാണ് ബീഫ് കറി. ഇത് കപ്പയുടെ കൂടെ കൊടുക്കും, പിന്നെ അതുപോലെ പഴംപൊരിയുടെ കൂടെയും കൊടുക്കും. ഇത് കപ്പ പുഴുങ്ങി ഇങ്ങനെയാണ് വെള്ള, അല്ലേ? വെള്ളക്കപ്പ. ഇതിനോട് ഇനി ഇത് ബീഫ് കഴിക്കാത്തവർക്ക് മുളക് വല്ലതും ഉണ്ടാവും, കൊടുക്കും. ഓക്കെ. മന്തി. യെസ്, അടിപൊളിയാണല്ലോ മന്തി കണ്ടിട്ട്. മന്തി നമ്മൾ ചിക്കൻ വാങ്ങിച്ച് നമ്മൾ ചിക്കൻ റൈസ് ആക്കിയിട്ട് ചോറ് വെച്ച് മന്തിയാണ്. അങ്ങനെ മന്തി സെപ്പറേറ്റ് ഒരു സ്പെഷ്യൽ രീതിയിലാണ് ചെയ്യുന്നത്. കൊള്ളാം. പഴംപൊരി റെഡി അല്ലേ? ചൂട് പഴംപൊരി. അല്ല, ഞാൻ ചോദിച്ചോട്ടെ, ഇവിടെ എങ്ങനെയാണ് അതിന്റെ ബിസിനസ്? എപ്പോഴും ആള് വരും? എത്ര മണി തൊട്ടാണ് വരുന്നത് ആൾക്കാർ? രാവിലെ ഒരു 10 മണി തൊട്ട് ആൾക്കാർ വന്നോളൂ. 2 പേര് 3 പേര്, ചിലപ്പോൾ ഉച്ച സമയത്ത് ഒരു 5 പേര്. ഇങ്ങനെ വന്ന് വൈകുന്നേരം ആകുമ്പോൾ ഇത് തീരും. എത്ര മണിക്കാണ് തീരുന്നത്? ക്ലോസ് ചെയ്യുന്നത് ചിലപ്പം 2 മണിക്കും തീരും. തീരുമ്പോ അടയ്ക്കും. അല്ല, അങ്ങനെയില്ല. അപ്പൊ അഥവാ തീരാണെങ്കിൽ വീണ്ടും ഉണ്ടാക്കൂല. ഇത്ര തന്നെ കൊടുക്കും. ഉണ്ടാക്കൂല. ഞാൻ ഒറ്റയ്ക്കാണ്ട് എന്റെ കൊച്ചുണ്ടായി. പിന്നെ വൈകുന്നേരം 5 മണിയാകുമ്പോൾ ചായയും പഴംപൊരിയും ബീഫും 7 മണി വരെ. അത് കുഴപ്പമില്ല. അത് വേണമെങ്കിൽ ഇത് തീർന്നാ വീണ്ടും ഉണ്ടാക്കും. പഴംപൊരിയും ബീഫും ഉണ്ടാക്കാമല്ലോ. ഓക്കെ, അങ്ങനെയാണ് ചെയ്യുന്നത്. അടിപൊളി സംഭവം. ചായ ആൾക്കാർ. പിന്നെ പാർസലും പോകുന്നുണ്ട് അല്ലേ? പാർസലും ശരിക്കും പോകും. ഇന്നലെ മൊത്തവും കൂടുതൽ ഇപ്പൊ ഈ സമയത്ത് 1000 രൂപ പാർസൽ പോയി. ഓക്കെ. അപ്പൊ ആണല്ലേ? അപ്പൊ ഈ 7 മാസം കൊണ്ട് നന്നായിട്ട് ബിസിനസ് ഓക്കെയാണ്. ഈ ഓണത്തിന് ശേഷം മന്ദതയാണ്. അത് കാര്യം ആൾക്കാരുടെ പൈസ ഇല്ലായിരിക്കും. തുണിയെടുത്തും ഓണത്തിന്റെ ആഘോഷങ്ങളും എല്ലാം കൂടെ ആയപ്പോ ഇനി ശരിയാവും. അടുത്ത മാസം സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ. പിന്നെ ഇത് ബൂസ്റ്റ് ഒക്കെ തൂക്കിയിരിക്കണോ? അപ്പൊ അങ്ങനത്തെ കാപ്പി കൂടെ കൊടുക്കും, ചായ കൂടെ കൊടുക്കും. ബൂസ്റ്റ് ഇട്ട് കാപ്പി വന്ന് പറയും, ബൂസ്റ്റ് ഇട്ട് ചായ വേണം, കോപ്പി വേണം പറയുന്ന സമയത്തെ അതെല്ലാം റെഡിയാക്കി. ചായ വീട്ടിലെ കട്ടൻ ഇട്ട് കൊടുക്കും. ചായ വീട്ടിലെ പലർക്കും പല ഐറ്റം. അതെ, മനസ്സിലായി. എന്തായാലും മോനെ ഒന്ന് കാണാൻ പറ്റാത്തതിൽ വിഷമമായി. സാരമില്ല, അമ്മയെ കണ്ടല്ലോ, അപ്പം അത് മതി. അപ്പം നമുക്ക് തുടങ്ങാം. എന്തൊക്കെ തരാൻ പറ്റും? കപ്പയും, ഞാൻ അങ്ങനെ ബീഫ് കഴിക്കുന്ന ആളല്ല, എങ്കിലും ഒരു കാണാൻ ബീഫ്, ഒരു പ്ലേറ്റ് ബീഫ്, കപ്പ, പിന്നെ കുഴിമന്തി, പഴംപൊരി, പിന്നെ കുറച്ച് ചമ്മന്തി, എന്തെങ്കിലും മുളക് കുറച്ച് കൊള്ളാം അല്ലേ? നല്ല രസമുണ്ട്. വളരെ ഇന്നസെൻ്റ് ആയിട്ടുള്ള കളർ, നിഷ്കളങ്ക എന്നൊക്കെ പറയില്ലേ, അത്രയും വളരെ സിമ്പിൾ. മോനാണ് കൂടെ ഉള്ളത്, പക്ഷെ മോനിന്ന് പരീക്ഷയുള്ള ദിവസമാണ് കോളേജിൽ പോയി. ഇത് ഓക്കെ, റോഡ് സൈഡാണ്, പക്ഷേ രസമുണ്ട്, ഭയങ്കര ക്യൂട്ട്. കുറേ കുപ്പികളൊക്കെ തൂക്കിയിട്ടിട്ടുണ്ട്. ബിയർ ബോട്ടിൽസൊക്കെ റീയൂസ് ചെയ്തിരിക്കുന്നതാണല്ലോ, ചെടികളൊക്കെ വളർത്താനായിട്ട്.
ഇതാണ് ഒരാൾക്ക് കൊടുക്കുന്ന ക്വാണ്ടിറ്റി അല്ലേ? ഇതിൽ നിന്നും വരും. ഓക്കെ, 100 റുപ്പീസേ ഉള്ളൂ. ഇത് നിറച്ച് കൊടുക്കണ്ടേ? ഞാൻ എനിക്ക് അത്രയും വേണ്ടാന്ന് പറഞ്ഞതുകൊണ്ടാണ് കപ്പയുടെ ക്വാണ്ടിറ്റി കുറച്ചത്. ബീഫ് ഞാൻ കഴിക്കുന്ന കാളല്ല, ഗ്രേവി നമുക്ക് നോക്കാം. വെരി നൈസ്. അത്യാവശ്യം സ്പൈസിയാണ്. നല്ല കുഴിമന്തി വന്നു. അതിൻ്റെ സൈഡിലും ബീഫ് വെച്ചോ? അങ്ങനെ കൊടുക്കോ? ഒരു കറി അത് ശരി. കുഴിമന്തി വാങ്ങുകയാണെങ്കിൽ സെപ്പറേറ്റ് ആയിട്ട് പിന്നെ ബീഫ് കറി കൊടുക്കും. ഒരു കഷ്ണം ചിക്കൻ്റെ കൂടെ ബീഫ് കറിയും കൂടെ കൊടുക്കും. ഗ്രേവി ആയിട്ട്. അത് ഭയങ്കര ലാഭമാണ് കേട്ടോ നമുക്ക് വാങ്ങിക്കുന്നവർക്ക്. അൽഫാം കുഴിമന്തി 100 ഉള്ളി. അതേ നോക്കിയാൽ ഒരു സലാഡ് ഉണ്ടാവും. ഇത്രയാണ് ഇതിൻ്റെ ഒരു കോംബോ. കുഴിമന്തി ഇവരുടെ സ്പെഷ്യലായിട്ട് ചെയ്യുന്ന ടൈപ്പാണ്. ഇത് പഴംപൊരി, കാന്താരി മുളകും ചതയ്ക്കുന്നു. ഓക്കെ, വെളിച്ചെണ്ണ ഒഴിച്ചു. ഉപ്പും കാന്താരി മുളകും കൂടെ ചതച്ച് സെറ്റാക്കി വയ്ക്കുന്നു കൊടുക്കാനായിട്ട്. ഓക്കെ, എണ്ണയും ചേർത്തു. മുളക് ചമ്മന്തി. ഇതാണ് കച്ചവടം. യെസ്, നല്ല കാന്താരി ചമ്മന്തി വിത്ത് ഉപ്പ് ആൻഡ് വെളിച്ചെണ്ണ. അടിപൊളി. നല്ല എരിവ്. കൊടംകൊല്ലി മുളക് ചേർത്തോ? അതാണ് ഒരു മണം. കാന്താരിയുടെ കൂടെ കാന്താരി മാത്രമല്ല, ഒടംകൊല്ലിയും കൂടെ ചേർത്ത്. കാര്യം മണം വന്നു. ഒടംകൊല്ലിക്ക് ഒരു മണം ഉണ്ടല്ലോ. നല്ല എരിവാണ്. അടിപൊളി കച്ചവടം. എനിക്ക് ഇഷ്ടപ്പെട്ടു. ആൾക്കാർ വരികയും ചെയ്യും. രാവിലെ 2 പാഴ്സൽ വാങ്ങിച്ചോണ്ട്. ഇതുപോലെ നാടനായിട്ടൊക്കെ എങ്ങനെ കിട്ടും? അല്ലാണ്ട് ഇവിടെയൊക്കെ വന്നാലല്ലേ കഴിക്കാൻ പറ്റുള്ളൂ. പിന്നെ രാവിലെ ഇഡ്ഡലി സാമ്പാറുണ്ട്. ഇഡ്ഡലി സാമ്പാറും അതും ഉണ്ടപ്പോ. അത് ശരി. അയ്യോ, ആ ഫ്രണ്ട് അന്വേഷിച്ച് വരുന്നു. ഇവിടെ അടുത്താണോ വീട്? ഇവിടെ അടുത്ത നിങ്ങൾ ഫ്രണ്ട്സ് ആണോ? അപ്പോൾ ഒന്നിച്ച് തൊഴിലുറപ്പിന് പോയിക്കൊണ്ടിരുന്നവരാ? മോൻ പഠിക്കുകയല്ല, പഠിപ്പിക്കുവാണോ? ഓ, സാറാണോ? പോളിടെക്നിക്കിൽ. ഓക്കെ ഓക്കെ. ഇവരെല്ലാം തൊഴിലുറപ്പിന് പോയിക്കൊണ്ടിരുന്നതാണ്. കുറച്ച് നാൾ മുമ്പ് തൊഴിലുറപ്പിന് പോകാൻ പറ്റാണ്ട് വന്നപ്പം ഉപജീവനത്തിന് തുടങ്ങിയതാണ്. നോക്ക്, ഇത് നല്ല കാന്താരി ചമ്മന്തി, വടംകൊല്ലിയാണ് കാന്താരി. ബീഫ് കഴിക്കുന്നവർക്ക് ബീഫ് സൂപ്പർ കോമ്പിനേഷൻ ആയിരിക്കും. നമ്മുടെ കുഴിമന്തി, പഴംപൊരി ബീഫ് ഒരു ട്രെൻഡിങ് കോംബോ ആണല്ലോ. തനി നാട്ടുമ്പുറം ഫീലല്ലേ ഇവിടെ. കോഴി കൂവുന്നു, കോഴിയുടെ ശബ്ദം. ഇടയ്ക്ക് റോഡിൽ കൂടെ പോകുന്ന വാഹനങ്ങളുടെ സൗണ്ട് ഉണ്ട് കേട്ടോ. ഫ്രണ്ടിനെ നിർബന്ധിച്ച് കഴിപ്പിക്കുകയാണ് കണ്ടല്ലോ. അതെ, കടയിൽ വന്ന ഒരു ആതിഥ്യ മര്യാദ കാണിക്കുകയാണ്. എല്ലാവരും ഭയങ്കര നിഷ്കളങ്കരാണ്. ആ നാട്ടുമ്പുറത്തിൻ്റെ നൈർമല്യം ഇപ്പോഴും കാത്തു സൂക്ഷിക്കുന്നുണ്ട്. അതെ, സത്യം. സ്നേഹം തന്നെയാണ് വലുത്. നല്ല സ്വാദ്, നൈസ് സ്പൈസി. ഞാൻ ബീഫ് കഴിക്കാത്തതുകൊണ്ട് ബീഫിൻ്റെ ഗ്രേവിയിൽ മുക്കിയാണ് കഴിക്കുന്നത്. പഴംപൊരി. എല്ലാവരും ഒരു ദിവസം വന്നപ്പോൾ ഇവിടെ ഒന്നും ഇല്ലായിരുന്നു. എല്ലാം തീർന്നതായിരുന്നു. 2 മണിയായപ്പം മക്കൾ വന്നായിരുന്നു. വന്നപ്പോൾ ഒന്നും ഇല്ലായിരുന്നു. 2 കുഴിമന്തിയിലെ ചോറിഞ്ഞതാണ്. അപ്പോഴും ഞാൻ പറഞ്ഞു, മക്കളെ നീ കലം വ്യാപിച്ച പാത്രം കണ്ട ഞാൻ എല്ലാം നോക്കിയാ ചെന്ന അടുക്കളയിൽ കയ്യോടെ പിടിച്ചോണ്ടൊന്ന് കാണും. എല്ലാം അടിപൊളിയായിട്ടുണ്ട്. നല്ല ടേസ്റ്റ്, ഗംഭീരം. ഈ ബീഫെല്ലാം എവിടെ നിന്ന് വാങ്ങിക്കുന്നേ? കൊണ്ടുവരും. 6:30 ആകുമ്പോൾ കൊണ്ടുവരും. കപ്പ കൊണ്ടുവരും. നമ്മൾ ഒന്നും ഓടി അടക്കണ്ട.
പിന്നെ എണ്ണ മല്ലിമുളക് എല്ലാം കൊച്ചു വാങ്ങിക്കൂടെ സ്റ്റോക്ക് ചെയ്തിട്ടുണ്ട്. വീട് വീട് എവിടെയായിട്ട് വരും? വീട് കണ്ട് അവിടെ താനിങ്ങോട്ട് തൊട്ടപ്പുറത്ത് തന്നെ. വീട്ടിൽ ആരൊക്കെ ഉണ്ട് വേറെ? വീട്ടിൽ ഞാനും എൻ്റെ കൊച്ചേ ഉള്ളു. എനിക്കൊരു മോളുണ്ട്. മോളയച്ചൊരു കൊച്ചുമായി. അവരെവിടാ? അവര് കോളക്കോട്ട്. അത് ബ്ലോക്കിലെ മെമ്പറാണ്. ബ്ലോക്കിലെ മെമ്പറാണോ? ഓ ഇനി മന്തിയിലേക്ക് പോവാം. മന്തി റൈസ് നല്ല മന്തി, ആ സ്മോക്കി ഫ്ലേവറൊക്കെ ഉണ്ട്. മന്തിയുടെ ചിക്കൻ അടിപൊളി കേട്ടോ. മന്തി ഈസ് ഗുഡ്. സാധാരണ മന്തി എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഭയങ്കര ക്രേസാണ് മന്തി. പലതരം മന്തി നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. പക്ഷേ ദിസ് ഇസ് വെരി നൈസ്. ഒരു 100 രൂപയേ ഉള്ളൂ. അതിനോട് ഒരു ബീഫും കൂടി കൊടുക്കുന്നു, കുറച്ച് ഗ്രേവിക്ക് വേണ്ടിയിട്ട്. ബീഫ് കറി വിത്ത് കഷ്ണം. ഫ്രണ്ട് വന്നപ്പോൾ എന്നെ പിടിച്ചിരുത്തി ഭക്ഷണമൊക്കെ കൊടുക്കുകയാണ് നിർബന്ധിച്ച്. ഇത് സ്നേഹം. അപ്പോൾ ഞാൻ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിക്കാതെ വന്നത്, അതുകൊണ്ട് കുഴപ്പമില്ല. വിശപ്പുണ്ട്. നല്ല ഒരു ഷെയ്ഡുണ്ട് കേട്ടോ ഇവിടെ. വെയിലൊന്നും ഫീൽ ചെയ്യില്ല. നല്ല കാറ്റ് കിട്ടുന്നുണ്ട്. വെരി നൈസ് ആംബിയൻസ്. അങ്ങനെ വളവിലെ തട്ടുകടയിൽ നിന്ന് അടിപൊളി ഫുഡ് കഴിക്കാം. നിങ്ങൾക്കും വരാം കേട്ടോ. അടുത്താണ്, റോഡ് സൈഡിൽ തന്നെയാണ്. വെള്ളം എടുക്കാനായിട്ടല്ലേ കൈ കൊണ്ട് കറക്കുന്ന മോട്ടറോ? കിണറിൽ നിന്നും. അതുകൊള്ളാലോ, കൈ കൊണ്ട് കറക്കി വെള്ളം എടുക്കുന്ന സിസ്റ്റം. ഇതെല്ലാം കൂടെ ഇട്ട് പെരട്ടി അങ്ങ് വയ്ക്കും. എണ്ണയും കൂടെ വീട്ടി പെരട്ടി അങ്ങോട്ട് 10 മിനിറ്റ് വച്ചിട്ട് അരി അടുപ്പിടും കണക്കിനുള്ളത്. നമുക്ക് ആൾക്കുരി അരി വീതം കണക്കാക്കി 1/2 ഗ്ലാസ് 4 അരി ഇട്ട് നമ്മൾ ഇപ്പം ഞാൻ 14 കുഴിമന്തിക്ക് 4 നാഴിയായി. 5 അതും കൂടെ 1 കിലോ. 1 കിലോ അല്ല 1.5 കിലോ വരും. 1.5 കിലോ വരും. 1.5 കിലോ വരും. അരി ഇട്ട് രാവിലെ അങ്ങോട്ട് വെച്ചിട്ട് അതിൽ മന്തിയുടെ റൈസ് ഇടണം, പട്ട, ഏലക്ക, കറുവത്തറ ഇടും. അതും ഇട്ട് പിന്നെ വെള്ളത്തിൽ തന്നെ ഇട്ടേക്ക് ഉപ്പ് ഇട്ട് പാകത്തിന് മഞ്ഞപ്പൊടി ഇട്ട് അതിനങ്ങോട്ട് വയ്ക്കുമ്പോൾ അരി വെന്തെടുക്കുമ്പോൾ അതിനെ വടിച്ചിങ്ങോട്ട് വെച്ചിട്ട് ഈ മന്തിയിൽ ഇത് വേവിച്ച ചിക്കനെ അങ്ങോട്ട് ഒരു പാത്രത്തിൽ അങ്ങോട്ട് മാറ്റിയിട്ട് ഈ മന്തി ഈ ചിക്കൻ വെക്കുന്ന പാത്രത്തിൽ ചോറിട്ടില്ല. പിന്നെ ഈ പുകയുടെ ഒരു ഇത് വേണ്ടേ, സ്മോക്ക്. കരിക്കട്ട എടുത്ത് വെച്ചിട്ട് ശകല എണ്ണ പോയിക്കും. എന്നിട്ട് അടച്ചു വയ്ക്കും. അടച്ചു വെച്ചിട്ട് ഒരു മിനിറ്റ് വെച്ചിട്ട് ഈ മണം കിട്ടാൻ വേണ്ടി. അതെ, ഇതാണ് സിമ്പിൾ മന്തി. അതെ അതെ, വളരെ സിമ്പിൾ ആയിട്ടാണ് മന്തി ഉണ്ടാക്കുന്നത്. പക്ഷേ ടേസ്റ്റ് അതെ കറക്റ്റ് ആയിരിക്കും. ഈ മന്തി റൈസ് നല്ല അങ്ങനെ തന്നെ റൈസ് തന്നെ വാങ്ങിക്കും അല്ലേ? അത് തന്നെ വാങ്ങിക്കും. അത് എവിടെ നിന്ന് വാങ്ങിച്ചിട്ട് വരും? അത് മോൻ തന്നെ ആയിരിക്കും അല്ലേ അതൊക്കെ ആള്? ഓക്കെ, അത് തന്നെ അത് തന്നെ. ഇത് മാഗി ക്യൂബ്സ് അതും ഇടും. അതും ഇടും. അതിടും. അത് മന്തിയുടെ സ്പെഷ്യലാണ്. മന്തിയിൽ ഇടുന്നതാണ് മാഗി ക്യൂബ്സ് ഇടണം. ക്യാപ്സിക്കം ഒന്നും ഇടുന്നില്ല തോന്നുന്നു. അത് കുറച്ചുകൂടെ പരിഷ്കാരമാണ്. അതെ 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 അതെ, കറക്റ്റ് ആയിരിക്കണം. അതെ, ഞാൻ മന്തി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ചിക്കൻ എപ്പോഴും നമ്മൾ വേവിക്കണത് നമ്മൾ കൂട്ടി വേവിച്ചേ പറ്റൂ. ഒരു ലേശം എന്തെങ്കിലും ഒരു പാഴ്ചെന്നാ കരിഞ്ഞ് അതിന്റെ പോകാടിച്ചാൽ പിന്നെ ആ മന്തിക്ക് ഒരു ഉപയോഗവും ഇല്ല. ഇതേ ഇതിനെടുക്കും. എല്ലാം മോൻ പറഞ്ഞു. മോനാണെല്ലാം, മോനാണ് ഇതിന്റെ എല്ലാം, ഇതിന്റെ പിന്നില് ശക്തി. അതെ, ആദ്യമൊക്കെ അവനാണ് വെച്ചിട്ട് എല്ലാം പറഞ്ഞു തരുവാനി ഞാൻ വെക്കാം. 4 മണിയാകുമ്പോ പോവുകയും ചെയ്യാലോ അല്ലേ? അതെ. രാവിലെ എത്ര മണിക്ക് ഇവിടെ എത്തും? ഏകദേശം 6 മണി. ആ ഓക്കെ. കാപ്പി ഉണ്ടാക്കി കൊടുക്കണം. അതെല്ലാം വെച്ചതിന് ശേഷമാണ് കപ്പയ്ക്ക് വെള്ളം അടുക്കിയിട്ട് കപ്പയും കൊണ്ടുവരുമ്പോൾ അതിനെ വെച്ച് ബീഫിനെ കഴുകി കുക്കറിലാക്കിയിട്ട് അതിനെ പിന്നെ ഉള്ളി കയറ്റും. അതൊരു സിസ്റ്റത്തിൽ അങ്ങ് പോവാണല്ലേ? പിന്നെ ഉള്ളി കയറ്റണം. ആ ഉള്ളി കരിയുന്നത് വരെ നമ്മൾ വയറ്റണം. വയറ്റിയിട്ടാണ് അതിന് വലിയ മുളക് ഇട്ട് എല്ലാം കൂടെ ഇട്ട് വയറ്റിയിട്ട് പിന്നെ മസാലപ്പൊടി ഇട്ട് പിന്നെ മല്ലിയില ഇട്ട് കറിവേപ്പില ഇട്ട് അടുപ്പിൽ വെക്കണം. ഉള്ളി കയറ്റണം അടുപ്പിലാണ്. എല്ലാം വിറകടുപ്പാണോ ഇവിടെ? ആ, വിറകടുപ്പുണ്ട്, ഗ്യാസും ഉണ്ട് അത്യാവശ്യത്തിന്. ആ ഓക്കെ. പക്ഷെ ഇത് കൊള്ളാം, നല്ലൊരു സെറ്റപ്പ്. വലിയ ബഹളമൊന്നുമില്ല. നല്ല കാറ്റും വെളിച്ചവും ഒക്കെ നിറച്ച് കയറും. ചൂടില്ല, മരങ്ങളുടെ തണലുണ്ട്. അതെ, തീരും. ആ, മന്തി പാർസൽ വാങ്ങാൻ വന്നിരിക്കുന്നു ആൾക്കാർ. ഇവിടെ അടുത്തുള്ള ആൾക്കാരാണെന്ന് തോന്നുന്നു.
നിങ്ങളുടെ സത്യം നിങ്ങളൊക്കെ ഉള്ളതുകൊണ്ടാണ് നമ്മൾ ജീവിക്കുന്നത്. ദൈവത്തിനാണ് യാശോപ്പ സത്യം. നിങ്ങളുടെ പോക്കറ്റ് കൈയിട്ട് വരേണ്ട ആവശ്യമുണ്ടോ? അതൊന്നും വേണ്ട. അല്ലല്ല ചേഞ്ച് വേണ്ട, ചേഞ്ച് വേണ്ട. വേണ്ട 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 വേണ്ട. അല്ലല്ല ഒരു കുഴപ്പമില്ല, ഒരു കുഴപ്പമില്ല. ഇത് ഇതിനകത്തുള്ളതല്ലേ, അതൊന്നും കുഴപ്പമില്ല. ഒരു പുതിയ സംരംഭമല്ലേ, 7 മാസമല്ലേ. പോട്ടെ പോട്ടെ, അത് കുഴപ്പമില്ല. വേണ്ട വേണ്ട, പോയിട്ട് അപ്പൊ പോയിട്ട് ഇനിയും വരും, ഇനിയും വരും, ഇനിയും വരും, ഇനിയും വരും. നല്ല അടിപൊളി ഫുഡായിരുന്നു, ഭയങ്കര സന്തോഷം. ഓക്കെ, ഇനി ഒരുപാട് പേര് വരും. നമ്മുടെ വീഡിയോ കണ്ടിട്ട് വരാത്ത കുറെ ആൾക്കാർ വരട്ടെ. ശരി, പോയിട്ട് മോൻ വരുമ്പോ പറയണേ. പാർസലും ഒക്കെ കൊണ്ടുപോവാണ് അനുഭവത്തിലേക്ക്. അടുത്ത സ്ഥലത്തെത്തിയിരിക്കുകയാണ്. വെഞ്ഞാറമൂട് നെടുമങ്ങാട് റോഡൊക്കെ തന്നെയാണ് ഇതും. ഇത് കരിക്കുഴി ചാരുവിള ബേക്കറി. ഇതൊരു വില്ലേജ്, ഒരു നാട്ടിൻപുറത്തെ ഒരു ചെറിയൊരു ജംഗ്ഷൻ പോലെയാണ്. ഇതിൻ്റെ ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ, ഇതിപ്പോൾ ഓണറാണ് കേട്ടോ എൻ്റെ അടുത്ത് നിൽക്കുന്നത്. പേരെന്തായാലും ഷംനാഥ്. ഓക്കെ, അപ്പോൾ അതായത് ഇവിടെ വരണമെന്നുണ്ടെങ്കിൽ നെടുമങ്ങാട് വഴി വരികയാണെങ്കിൽ ചുള്ളിമാനൂർ പനവൂർ റോഡിൽ കരിക്കുഴി ജംഗ്ഷൻ. അതാണ് ഈ ബേക്കറി, ചാരുവിള ബേക്കറി. ഇവിടുത്തെ ഫേമസ് കാര്യം എന്ന് പറഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ ഫേമസ് ആണെങ്കിലും 30 റുപ്പീസിൻ്റെ അല്ലേ, 30 രൂപയുടെ സർബത്ത്. അത് 40 രൂപയായി. ഓക്കെ ഓക്കെ, 40 രൂപയുടെ സർബത്തും, അത് വലിയൊരു ജാറിൽ കിട്ടുന്ന സർബത്ത്. പിന്നെ പലതരം മിൽക്ക് ഷേക്സ് ഒക്കെ ഉണ്ട്, ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇതൊരു ഫ്രൂട്ട് ഷോപ്പും കൂടിയാണെന്ന് തോന്നുന്നു അല്ലേ, ഫ്രൂട്ട്സിൻ്റെ. ഓക്കെ ഓക്കെ, ബേക്കറി ഐറ്റംസ് എല്ലാം ഉണ്ട് അകത്ത് പോകാം. ഓക്കെ, അപ്പോൾ 40 റുപ്പീസിൻ്റെ വലിയ ഇതുപോലെയുള്ളൊരു വലിയ ജാറിൽ സർബത്താണ് ഉണ്ടാക്കാൻ പോണേ. ഓക്കെ, അതിൻ്റെ ഓരോ പ്രോസസ്സ് കാണാം. ആദ്യം ഇടുന്നത് ആപ്പിൾ, ഓക്കെ, മാതളം, മുന്തിരി, ഓക്കെ, കറുത്ത മുന്തിരിങ്ങ, തണ്ണിമത്തൻ പീസസ് ആക്കിയത്, ടൂട്ടി ഫ്രൂട്ടി, കറുത്ത കസ്കസ് കുതിർത്തത്, കപ്പലണ്ടി. ധാരാളം കപ്പലണ്ടി ഇടുന്നുണ്ട്. കുറേ ഇടും അല്ലേ കപ്പലണ്ടി. മെയിൻ ഓക്കെ, വെള്ളാവല്, ഓക്കെ, കുറച്ച് കോൺഫ്ലേക്സും ഇടുന്നു. വറുത്ത പൊരി അല്ലേ, ഓക്കെ, വറുത്ത പൊരി സ്പെഷ്യലാണ്. ഓക്കെ ഓക്കെ, നല്ല ക്രിസ്പി ആയിട്ട് വറുത്ത പൊരിയാണ്. രസകദളിപ്പഴം, ഈ സെയിം പഴം തന്നെയാണ് ഉടച്ച് ചേർക്കുന്നത്. രസകദളി, പാളയംകോടൻ. ഇതിപ്പോൾ പാളയംകോടൻ, പാളയംകോടൻ പഴം ഉടച്ചുകൊണ്ടേ ഇരിക്കുന്നു. ഇത് ഫ്രഷ് ആയിട്ട് ഉണ്ടാക്കി കൊടുക്കുള്ളൂ അല്ലേ, ഓർഡർ അനുസരിച്ചിട്ട്. ഓക്കെ ഓക്കെ, അല്ലാണ്ട് നേരത്തെ സെറ്റ് ചെയ്ത് വയ്ക്കൽ പരിപാടിയൊന്നുമില്ല. ഇപ്പോൾ തൽക്കാലം ഇങ്ങനെ നട്ട്സ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നു, ആൾക്കാർ വരുന്ന സമയമുണ്ട്. പക്ഷേ ഈ കാര്യങ്ങളെല്ലാം ഇമ്മീഡിയറ്റ് ആയിട്ട് ഇരിക്കുമ്പോൾ ഇൻസ്റ്റൻ്റ് ആയിട്ടാണ് ചെയ്യുന്നത്. ഇനി നറുനണ്ടി സിറപ്പ് ഒഴിക്കുന്നു. വാവ്, ഇനി മിക്സി ചെറുതായിട്ടൊന്ന്. ഇനി എന്തൊക്കെ ഒഴിക്കും? ഓക്കെ, തണുത്ത വെള്ളം അല്ലേ. കുറച്ച് ഷുഗർ സിറപ്പ് ഒഴിക്കുന്നുണ്ട്. ഷുഗർ സിറപ്പ്, പാലൊഴിക്കില്ലല്ലോ, ഒഴിക്കുന്നുണ്ടോ? പാലൊഴിക്കും. ഓക്കെ, ഇനി ഇതിലേക്ക് പാലൊഴിക്കും. ഇതിനകത്ത് ഒഴിക്കുന്നത് നമ്മൾ ഏലക്കയും പഞ്ചസാരയും കൂടെ അടിച്ച് വെച്ചിട്ടുണ്ട്. ഇതിൽ പിന്നെ വെറും ഷുഗർ സിറപ്പ് അല്ല, ആണല്ലേ, ഏലക്കയും ഷുഗറും കൂടിയുള്ള സിറപ്പാണിത്. അപ്പോൾ നല്ല ഫ്ലേവർ ഉണ്ടാവും ഏലക്കയുടെ. ഓക്കെ, പാലിൽ ഇത് പിസ്ത ഐസ്ക്രീം കൂടെ ചേർത്ത് ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പാലിൽ ഐസ്ക്രീം കൂടെ മിക്സ് ചെയ്താണ് അല്ലേ, പിസ്തയുടെ. ഓക്കെ, അപ്പോൾ രണ്ട് ഫ്ലേവറിലാണോ ചെയ്യുന്നത് ഇപ്പോൾ? ഇതിലിപ്പോൾ പിസ്ത. ഓക്കെ, പാലിൽ ഐസ്ക്രീം, പിസ്ത ഐസ്ക്രീം തന്നെയാണ് എല്ലാത്തിലും. ഓക്കെ ഓക്കെ, പാലിൽ പിസ്ത ഐസ്ക്രീം മിക്സ് ചെയ്താണ്. ഇതിൽ നറുനേണ്ടി ഒഴിച്ചില്ല, പകരമാണ്. അങ്ങനെയാണ്. ഓക്കെ, ഇതിപ്പോൾ 40 രൂപയുടെ ഫ്രൂട്ട് സർബത്താണ്, സാധാ സർബത്ത്. ഇതിൽ പാൽ വിത്ത് ഐസ്ക്രീമാണ്. അതിലിപ്പോൾ നറുനേണ്ടി ഒഴിച്ചില്ലല്ലോ. ഓക്കെ, സിറപ്പ് ഒഴിക്കുന്നത്, അതിനാണ് ഷുഗർ സിറപ്പ് ഒഴിക്കുന്നത് വിത്ത് ഏലക്ക. ഓക്കെ, മനസ്സിലായി. മിക്സ് ചെയ്തിട്ട്. ഓക്കെ, ഇത് സ്പെഷ്യൽ സർബത്താണ്. ഇനി അതിൻ്റെ മേളിൽ ഐസ്ക്രീം വെക്കുമോ? ഓക്കെ, അപ്പോൾ അതിനെത്ര ചാർജ് ചെയ്യുന്നത്?
ഇവിടെ വാങ്ങുന്ന ഇപ്പം വാങ്ങുന്ന 60 രൂപ. 60 രൂപ, അത്രേ ഉള്ളൂ, വലിയ വ്യത്യാസമില്ല. ഇത് 40, അത് 60. ഇതിൽ ഐസ്ക്രീം ഉണ്ടാവില്ല, പാലുണ്ടാവില്ല, പക്ഷേ നറുനണ്ടി സിറപ്പാണ്. സ്പെഷ്യൽ സർബത്ത് 60 റുപ്പീസിൻ്റെ, അതിൽ വാനില ഐസ്ക്രീം വെച്ച് ഫില്ല്. പാലിൽ പിസ്റ്റ ഐസ്ക്രീം മിക്സ് ചെയ്ത പാലാണ് ഒഴിക്കുന്നത്. പിന്നെ ഏലക്ക ചേർത്തിട്ടുള്ള ഷുഗർ സിറപ്പും ഇട്ടു. ഏറ്റവും മുകളിൽ ടൂട്ടി ഫ്രൂട്ടി. അത് 60 റുപ്പീസ്. ഇത് 40 റുപ്പീസിൻ്റെ. ഇതിൽ ഇത് നറുനണ്ടി സർബത്തും പാലില്ലാന്നേ ഉള്ളൂ, പാലും ഐസ്ക്രീമും ഇല്ല. ഇറ്റ് ഈസ് 40. ദാറ്റ്സ് എ ഡിഫറൻസ്. കപ്പലണ്ടി എല്ലാം വെച്ച് ഒരുപാട് അലങ്കരിച്ചിട്ടാണ്. ഓ, കോൺഫ്ലേക്സ്, എല്ലാ കാര്യങ്ങളും അലങ്കാരം. സ്പെഷ്യൽ സർബത്ത്. ഓ, ഹോർലിക്സിൻ്റെ പൊടിയും ഇടും അല്ലേ മേളിലായിട്ട്. ഇത് കളയാതെ ഇങ്ങനെ കുടിക്കും. അതൊരു ഫ്രഷാണ്. ആൾക്കാർ വന്ന് കഴിക്കുന്നുണ്ട്. ഡേറ്റ്സും വെച്ച് ടോപ്പ് ചെയ്യുന്നു. ഇനിയൊരു സിറപ്പും കൂടി ഒഴിക്കും. ഓ മൈ ഗോഡ്, അത് ശരി. ഇത് ചോക്ലേറ്റ് സിറപ്പാണ് അല്ലേ ഒഴിക്കുന്നത്? ഓ അതെ. വാവ്, 60 റുപ്പീസിന്. അയ്യോ, ഇത് എന്തോരം സാധനങ്ങളാണ്. 40 രൂപയുടെ സർബത്തും 60 രൂപയുടെ സ്പെഷ്യൽ സർബത്തും. അല്ല ചോദിക്കും, സിറ്റിയിലൊക്കെ കിട്ടുമോ ഈ വിലയ്ക്ക്? 60 രൂപയ്ക്ക് എന്തോരം സാധനങ്ങളാണ്, വിത്ത് വലിയ സ്കൂപ്പ് ഓഫ് ഐസ്ക്രീം. ഇതിലാണെങ്കിലും ആവശ്യത്തിൽ കൂടുതൽ ഫ്രൂട്ട്സ്. എവിടെ നിന്ന് തുടങ്ങണം എന്ന് എനിക്കറിയില്ല. നോക്കട്ടെ, നമ്മുടെ സാധാ ഫ്രൂട്ട് സർബത്ത്. അടിപൊളി. നമ്മുടെ സ്പെഷ്യൽ സർബത്തിലേക്ക് ഇറങ്ങി താഴാനുള്ള സ്ഥലമില്ല. ഞാൻ എൻ്റെ അറ്റത്തുനിന്ന് തുടങ്ങിയിരിക്കുകയാണ്. ഓ എന്താ ദൈവമേ, വിത്ത് ഐസ്ക്രീം. കുറേ നേരം ച്യൂ ചെയ്യാം, ബിക്കോസ് കപ്പലണ്ടി ഇഷ്ടംപോലെ ഉണ്ട്. ഫ്രൂട്ട്സ് എൻ്റെ വേറെ പൊട്ടാറായി ഇപ്പോഴേ തന്നെ. എന്ത് നീ കുറേ ഫുഡ് കഴിച്ചിട്ടല്ലേ വന്നേ. ഇത് നോക്കൂ, ജസ്റ്റ് 60, ദിസ് ഇസ് 40. 100 റുപ്പീസിന് ഇത്രയും 2 ജാറ്. ടു ഗുഡ്. പിന്നെ ഇവർക്ക് പലതരം ഷേക്സ് ഉണ്ട്. കരിക്ക് ഷേക്ക്, മറ്റേ ഷാർജ, പലതരം ഷേക്സ്, അവൽ മിൽക്ക് എല്ലാം ഉണ്ട് കേട്ടോ. എല്ലാം ഇതൊക്കെ തന്നെ വിലയുള്ളൂ. ഭയങ്കര ചീപ്പ് ആൻഡ് ഗുഡ്, വെരി നൈസ്. ഇവരുടെ ഒരു പുതിയ ബിൽഡിംഗ് അപ്പുറത്തെ സൈഡിൽ വരുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ കുറേ കൂടി സൗകര്യത്തിൽ ഇരുന്ന് കഴിക്കാം. ഇത് വളരെ ഫേമസ് ആണ്. ഒരുപാട് ആൾക്കാർ ഇവിടെ തേടി വരുന്നൊരു കടയാണ്. അങ്ങനെയാണ് ഞാനും അറിഞ്ഞിട്ട് വന്നത്. ഞാൻ നിങ്ങളിലേക്ക് അത് എത്തിക്കാൻ നോക്കാൻ. ഇനി ഞാനിത് കഴിച്ച് തീർക്കട്ടെ. ചാരുവിള ബേക്കറി ഓണേഴ്സ് ബ്രദേഴ്സാണ് കേട്ടോ. ഒന്ന് നവാസും ഷംനാദ്. അപ്പോൾ പള്ളി പോകാനായിട്ട് നിൽക്കുകയാണ് അല്ലേ? ഓക്കെ, അതിനിടയ്ക്കാണ് നമ്മൾ വന്നത്. ഒന്നും പറയാനില്ല, ഗംഭീരം. ഞാൻ അവരോട് ചോദിക്കും, നിങ്ങൾക്ക് എങ്ങനെ മുതലാകും തോന്നുന്നു ഇത്രയും വലിയ ജാറ് ഈ ചെറിയ വിലയ്ക്ക് കൊടുക്കുന്നു. പക്ഷെ അതൊരു സന്തോഷം. അവർ ആദ്യം തൊട്ടേ അങ്ങനെയാണെന്നാണ് പറഞ്ഞത്. ഇച്ചിരി വലിയ ഷോപ്പ് വരാൻ പോകണു ഓപ്പോസിറ്റ് സൈഡിലല്ലേ, അവിടെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. കുറച്ചുകൂടി സൗകര്യമൊക്കെ ഉണ്ടാവും, റെസ്റ്റ് റൂം ഉൾപ്പെടെ ഉണ്ടെന്നാണ് പറഞ്ഞത്. പലതരം മിൽക്ക് ഷേക്സ് ഉണ്ടല്ലേ ഇവിടെ, എല്ലാം ഉണ്ട്. ഇതൊരു ശരിക്കും പറഞ്ഞാൽ ബേക്കറി കം ഫ്രൂട്ട് സ്റ്റാൾ കം ഇങ്ങനെ ഒരു അല്ലേ സർബത്ത് ഷോപ്പാണ്. പിന്നെ ഇതൊക്കെ ഉണ്ടല്ലേ, പഫ്സ്, അങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ കൊള്ളാം, ഭയങ്കര രസമുണ്ട്. അപ്പോൾ വലിയ സന്തോഷം. പോയിട്ട് വരട്ടെ. ഓക്കെ. അപ്പോൾ ഇത് വരാനുള്ള വഴി എന്ന് പറയുന്നത് നെടുമങ്ങാട് ചുള്ളിമാനൂർ ടു കരിക്കുഴി വഴി പനവൂർ പോണ വഴി അല്ലേ. പനവൂറിൻ്റെയും ചുള്ളിമാനൂരിൻ്റെ ഇടയ്ക്കാണ് ഈ കരിക്കുഴി എന്ന് പറഞ്ഞ സ്ഥലം. ഇവിടെ വന്നാൽ ഇത് ചുള്ളിമൂട്. ഇത് കരിക്കുഴി ജംഗ്ഷനിലെ കടയുടെ പേര് ചാരുവിള ബേക്കറി. ഒരു പാടുമില്ല, കണ്ടുപിടിച്ച് വരിക. ഓക്കെ, ശരി എന്നാൽ. ഓക്കെ, താങ്ക് യു. ഞാൻ അവിടെ നിന്നേ കുറച്ച് ഫ്രൂട്ട്സൊക്കെ മേടിച്ചിട്ടുണ്ട്. പിന്നെ ഇവർക്ക് അവലോസ് പൊടിയുണ്ട്, അങ്ങനെയൊക്കെ വാങ്ങിച്ചു കുറച്ച് കാര്യങ്ങൾ. നല്ല രസമുണ്ട്. ചില സിനിമകളിലൊക്കെ കാണില്ലേ നമ്മൾ, അതുപോലത്തെ ഒരു കവല, ഒരു നാട്ടിൻ പുറത്തെ കവല. ഇത് ബസ്സൊക്കെ പോകുന്ന റൂട്ടാണ് കേട്ടോ. ഇവിടെ ഒരു ബസ്സിൻ്റെ ഷെൽട്ടറുണ്ട്, ബസ് കാത്തിരിപ്പ് കേന്ദ്രം പുതിയതായിട്ട് തുടങ്ങിയത്.
അങ്ങനെ കരിക്കുഴിയിൽ നിന്ന് നമ്മൾ കുറച്ചുകൂടെ മുന്നോട്ട് വന്ന് ഒരു 10 കിലോമീറ്ററോളം വന്നിട്ടുണ്ട്. ഇതാണ് ചെല്ലഞ്ചി എന്ന് പറയുന്ന സ്ഥലം. ചെല്ലഞ്ചി പാലത്തിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. താഴെ വെള്ളമുണ്ട്. നമുക്ക് പാലത്തിൻ്റെ താഴെ വേണമെങ്കിൽ പോകാൻ പറ്റും കേട്ടോ. ആ സൈഡിലൂടെ ഒരുപാട് വെള്ളമൊന്നുമില്ല, കുറേ പാറയും വെള്ളവും ഇങ്ങനെ ഒഴുകി പോകുന്ന കാഴ്ച. ഇപ്പം നല്ല നട്ടുച്ച സമയം 1 മണിയാണ്. അവിടെ നിന്നേ തുടങ്ങുന്നുണ്ട്. ഇത് വാമനപുരം നദിയുടെ വെള്ളം തന്നെയാണ് ഈ ഭാഗത്തേക്കൊക്കെ വരുന്നത്. ഈ റോഡ്, അതായത് ഈ പാലത്തിൻ്റെ പണി അങ്ങോട്ട് നടക്കുക കേട്ടോ. അവിടെ കുറച്ച് മെയിൻ്റനൻസ് വർക്കാണോ ഇതിൻ്റെ റോഡ് പണിയാണോ എന്താണെന്ന് അറിയില്ല. അതാ നോക്കുമ്പോൾ കാണാം. ഓ, ഇവിടെ നല്ല കുറച്ചുകൂടെ ഫ്ലോയിങ് വാട്ടർ, നല്ല രസമുണ്ട് കാണാൻ. ഈ ഭാഗം ഇവിടെ നമുക്ക് ഇറങ്ങാൻ പറ്റുന്ന ഒരു ഏരിയയാണ്. താഴോട്ട് പോകാൻ വേണമെങ്കിൽ അവിടെയൊക്കെ ആൾക്കാർ, കുറച്ച് പയ്യന്മാരൊക്കെ വെള്ളത്തിൽ നീന്തി കളിക്കുന്നു. അവിടെ നോക്കി കുറച്ച് ദൂരെയാണ് എങ്കിലും അത് നല്ലൊരു സ്പോട്ടാണെന്ന് തോന്നുന്നു. എല്ലാവരും വലിയ ഷാലോ വാട്ടറാണ്, വലിയ ഒരുപാട് കട്ടിയിലല്ല, അതായത് എന്താ പറയുക, ഭയങ്കര ആഴമൊന്നുമില്ല. ഇപ്പോൾ ഭയങ്കര ചെറിയ ഒഴുക്ക്, ചെറിയ സ്ട്രീം പോലെയാണ് പോണേ. അയ്യോ രസമുണ്ട്. അവിടെ ആൾക്കാർ കുളിക്കുന്നുണ്ട് കേട്ടോ. പിള്ളേരെല്ലാം പയ്യന്മാരാണ്, ബോയ്സ്. നല്ല രസമുള്ള കാഴ്ച. ഇവിടെ ഒന്ന് താഴെ പോയാലോ, നോക്കാം അല്ലേ. നമ്മളിതേ ബ്രിഡ്ജിൻ്റെ താഴെ എത്തി. കാണുന്നുണ്ടല്ലോ കാർ ഇവിടെ പാർക്ക് ചെയ്തിട്ട് ഇച്ചിരി നടന്നാൽ മതി. റിവറിൻ്റെ സൈഡിലോട്ട് പോകാം. ഇതൊരു ഡേഞ്ചറസ് കാര്യത്തിന് വേണ്ടി ഞാൻ പറയുന്നതല്ല. ഈ സമയത്ത് വെള്ളം വളരെ കുറഞ്ഞിരിക്കുന്ന സമയം, മഴക്കാലത്തൊന്നും ഇത്തരം അഡ്വഞ്ചേഴ്സ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇവിടെ നമുക്ക് ഇറങ്ങാൻ പറ്റുന്നൊരു സ്പോട്ട് കിട്ടി. പല സ്പോട്ട്സ് ഉണ്ട്. കുറച്ച് പേര് ബൈക്കിൽ വന്നിട്ട് ആ സ്ഥലത്ത് ഇറങ്ങിയിട്ട് കുറച്ചുകൂടെ അപ്പുറേ വെള്ളത്തിൽ കുളിക്കുന്നു. അങ്ങനെ കാർ ഇതേ തൊട്ട് താഴെ പാർക്ക് ചെയ്തു. ജസ്റ്റ് ഒരു 10 അടി താഴോട്ട് നടന്നപ്പോൾ തന്നെ വെള്ളത്തിൻ്റെ കരയിലെത്തി. ചെല്ലഞ്ചി പാലവും ചെല്ലഞ്ചി നദി അതിന് വാമനപുരം നദിയാണ്. ഇപ്പോൾ ഒട്ടും വെള്ളമില്ലാത്ത സമയമാണ്. അവിടെ ആ കുട്ടി ഇവിടെ നിന്ന് നടന്ന് ക്രോസ് ചെയ്ത് അവിടം വരെ പോയി. അത്രയും ഷാലോ വാട്ടറാണ്. ഒന്ന് ഇറങ്ങി നോക്കിയല്ലോ. ഇവിടെ നിന്ന് കുറച്ചുകൂടി നടന്നാൽ ഇതൊരു റബ്ബർ കാടല്ല, റബ്ബർ പ്ലാന്റേഷൻ അറിയാണ്. അതുവഴി നടന്ന കുറേ ബൈക്കെല്ലാം വെച്ചിരിക്കുന്നുണ്ട്. അവിടെ ബൈക്ക് വെച്ചിട്ടാണ് വെള്ളത്തിൽ ഇറങ്ങി കുളിക്കുന്നത്. പക്ഷെ ഇപ്പോൾ കുറച്ച് ഡേഞ്ചറസ് അല്ലാത്ത സമയമാണ്, അതുകൊണ്ട് ഓക്കെ. കല്ല് ചെറിയ കല്ലുണ്ട്. ചെരുപ്പില്ലാതെ നടക്കുമ്പോൾ അമ്മമ്മ കാലും എന്നെ എടുക്കും, അത്രേ ഉള്ളൂ. മഴക്കാലം ആണെങ്കിൽ ഇവിടം വരെയൊക്കെ വെള്ളമായിരിക്കും. അന്നേരം ഒന്നും ഇങ്ങനത്തെ അഡ്വഞ്ചറൊന്നും ചെയ്യരുത്. ഐ വോണ്ട് അഡ്വൈസ്. അപകടമായ കാര്യമാണ്. പാലം നോക്കിയേ, മേളിൽ പാലം. താഴെ ഞാൻ മേളിൽ നിന്ന് നോക്കിയപ്പോൾ താഴെ നിൽക്കുന്നത് എൻ്റെ നേരെ കാണാം. അവിടെ കുറേ ആൾക്കാർ കുളിച്ചുകൊണ്ടിരിക്കുകയാണ്. അവർ ബൈക്കിൽ വന്നിട്ട് അവിടെ ഇത് തന്നെയാണ്, നല്ല ഇങ്ങനെ വെള്ളം ഇങ്ങനെ പോകുന്നു. നൈസ്. എന്ത് രസമല്ലേ. അങ്ങനെ പാലത്തിൻ്റെ താഴെയുള്ള വെള്ളത്തിൽ ഒരു പാറയുടെ മുകളിൽ കയറി ഇരിക്കുകയാണ്. ആക്ച്വലി ഇവിടെ ഡീപ്പല്ല കേട്ടോ, കുറച്ച് നമുക്ക് ഇത്രയും പൊക്കമേ ഉള്ളൂ, ഇത്രയും പൊക്കം. എങ്കിലും ചെറിയ എന്താ പറയുക, എല്ലാ പാറയിലും ഇല്ല, ചെറിയ പാറയിലൊക്കെ പായലുള്ളത് കൊണ്ട് ചെറുതായിട്ട് സ്ലിപ്പറിയാണ്, വഴുക്കൽ എന്ന് പറയില്ലേ. ഇവിടെ വെള്ളം വന്നു കഴിഞ്ഞാൽ ഇങ്ങനെയൊന്നും ചെയ്തത് കേട്ടോ. വെള്ളം ഉള്ള സമയത്ത്, ദാറ്റ് ഈസ് മഴക്കാലം ഡേഞ്ചറസ്. മലവെള്ളം ഇറങ്ങുമ്പോൾ ഭയങ്കരമായിട്ട് വെള്ളം പെട്ടെന്ന് കയറിയാൽ പണിയാകും, ഓടിത്തള്ളു. പക്ഷെ ഇപ്പോൾ നല്ല രസമുണ്ട്. ഇവിടെ വേണമെങ്കിൽ വെറുതെ ഒന്ന് കുളിക്കാനുള്ള സംവിധാനം വേണമെങ്കിലും ആവാം. ഒരു ബ്ലാക്ക് ഡ്രസ്സൊക്കെ ഇട്ടിട്ട് വന്നിരുന്നെങ്കിൽ എനിക്ക് വെള്ളത്തിൽ ഇറങ്ങാമായിരുന്നു, കറക്റ്റായിട്ട് മുങ്ങാൻ പറ്റുമായിരുന്നു. ഇപ്പോൾ പക്ഷേ പറ്റില്ല. സാരിയൊക്കെ ഉടുത്തിട്ട് പാടാം. ഞാൻ നോക്കിയപ്പോൾ ഇപ്പോൾ ഒരു പയ്യനാണെങ്കിൽ, ഒരു ബോയ് ഇതുവഴി നടന്ന് അപ്പുറത്ത് പോയിട്ട് പശുവിൻ്റെ ഓണറാണ് തോന്നുന്നു, ആ പശുവിനെ കെട്ടാൻ പോയതാണ്. അവന്മാരെ അവിടെ ചെന്ന് എന്തോ ചെയ്തിട്ട് തിരിച്ചു പോയി. അവിടുത്തെയാണ് ബോയ്സ് കുളിക്കുന്നത് ആ സൈഡിൽ. രസമുണ്ട് കേട്ടോ. അയ്യോ, ഇവിടെ നല്ല ഷെയ്ഡുണ്ട്. അതായത് നിറച്ച് ആൾക്കാർ താവട്ട് വരുന്നുണ്ട്. പാലത്തിൽ നിന്നും എന്നെ കണ്ടു. അവർ താഴേക്ക് വരാനായിട്ട് ഞാൻ പറഞ്ഞു, അവർ വരുന്നത്. സോ നൈസ്, ഫ്ലോയിങ് വാട്ടർ, ബ്യൂട്ടിഫുൾ. സാരി കുറച്ചൊക്കെ തന്നെ ന്യൂസ് അറിയില്ല. ഇൻട്രസ്റ്റിംഗ്. പക്ഷെ ഒരു മീനിനെ പോലും കാണുന്നില്ല കേട്ടോ. അതെന്ത് പറ്റിയാവോ? ഫ്ലോയിങ് വാട്ടർ. ദൈവമേ, പാറയൊക്കെ അനങ്ങി കഴിഞ്ഞാൽ ഞാൻ താഴെ പോകും. അങ്ങനെ ബ്യൂട്ടിഫുൾ ചെല്ലഞ്ചി പാലത്തിൻ്റെ താഴെ ഈ നദിയുടെ ഒരു ഭാഗത്തായിട്ട് ഞാൻ നിൽക്കുകയാണ്. പിന്നെ ഇവിടെയൊക്കെ അപകട സാധ്യതയുള്ള ഒരുപാട് ഏരിയാസ് ഉണ്ട്. ഇതിൻ്റെ അങ്ങോട്ട് പോകുന്ന സ്ഥലത്ത്, ഇതിൻ്റെ ആ സൈഡിൽ അവിടെ എല്ലാം ചുഴികളൊക്കെ ഉണ്ട്. മഴക്കാലമായി കഴിഞ്ഞാൽ ഒരു കാരണവശാലും വെള്ളത്തിൽ കുളിക്കാനോ ഇറങ്ങാനോ ഞാനിപ്പോൾ ചെയ്യുന്ന പോലെയുള്ള ഒരു അതിക്രമവും ചെയ്യരുത്. ഇപ്പോൾ അത്രയും സേഫ് ആയിരിക്കുന്ന ഒരു സമയം ആയതുകൊണ്ടാണ് ഞാൻ ഇത്രയും ഭാഗത്ത് വന്ന് നിൽക്കുന്നത്. ഞാൻ അങ്ങോട്ടൊന്നും പോകുന്നില്ല. എനിക്ക് കാണാൻ പറ്റുന്ന, എനിക്ക് ഡെപ്ത് അറിയാൻ പറ്റുന്ന ഈ ഒരു പ്രദേശത്ത് മാത്രമേ ഞാൻ നിൽക്കുന്നുള്ളൂ. നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല. പിന്നെ ഈ വഴുക്കലുണ്ട്, ചെറിയൊരു സ്ലിപ്പറിയാണ് ചില പാറകൾ, അത് നോക്കിയാൽ മതി. അങ്ങോട്ട് പോകണമെങ്കിൽ അത്ര എക്സ്പീരിയൻസ് വേണം. പിന്നെ നമ്മൾക്ക് പരിചിതമല്ലാത്ത നദികളിലും ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊന്നും ഇറങ്ങാതിരിക്കുക. കാര്യം നമുക്കറിയില്ലല്ലോ, നാട്ടുകാർക്കല്ലേ അറിയാൻ പറ്റുള്ളൂ, ലോക്കലായിട്ട് ഇവിടെ താമസിക്കുന്ന ആൾക്കാർക്ക്. അതുകൊണ്ട് അത്തരം റിസ്ക് ഒന്നും എടുക്കരുത്. അതൊന്നും ഞാൻ പ്രൊമോട്ട് ചെയ്യുന്നില്ല. ഇത് ജസ്റ്റ് അത്രയും സേഫ് ആണെന്ന് എനിക്ക് തോന്നിയ ആ ഒരൊറ്റ സ്ഥലത്ത് മാത്രമല്ല. ഇപ്പോൾ മഴയില്ലാത്തൊരു സമയം, വെള്ളം ഏറ്റവും കുറഞ്ഞിരിക്കുന്ന സമയം, അങ്ങനെ വിചാരിച്ചാൽ മതി. നൈസ്. ഓക്കെ, തിരിച്ചു കയറട്ടെ.
ഓക്കെ കിട്ടിയല്ലേ ശരി ഓക്കെ താങ്ക് യു. നോക്കൂ ഇത് ഇവിടെ അടുത്ത് താമസിക്കുന്ന കുട്ടികളാണ്. അപ്പോൾ ഇവർക്ക് ഈ സ്ഥലം കൂടുതൽ അറിയാമായിരിക്കുമല്ലോ. അപ്പോൾ ഈ ഇതിൻ്റെ അപകട സാധ്യതകൾ എത്രത്തോളം ഉണ്ട് ഈ നദിയുടെ സാധാരണഗതിയിൽ? നല്ല ഒരു 2 തെങ്ങിനെ അടുപ്പിച്ച് നല്ല എവിടെയൊക്കെ ഏത് ഭാഗത്ത്? അവിടെ. ഓ അത്രയും ഡെപ്ത് ഉണ്ട് അവിടെ. ആണ് ഈ സൈഡിലാണെങ്കിൽ ആ സൈഡിലുണ്ട്. ഇപ്പൊ അവര് കുളിക്കുന്ന സ്ഥലം ആണ്. കുളിക്കുന്നത് വലിയ കുഴപ്പമില്ലല്ലോ അവിടെ അല്ലേ? അവിടെ കുഴപ്പമില്ല. ഞാനിപ്പോ നിന്ന സ്ഥലം ഓക്കെയാണ്. മഴക്കാലം ആണെങ്കിൽ വരരുതല്ലേ? അവിടെ വരെ വരുമോ? നമ്മൾ അവിടെ ചെരുപ്പിട്ട സ്ഥലം വരെ ഉണ്ടാവും. ഓക്കെ. അപ്പോൾ ഒരു 2 മാസം മുന്നേ ഇവിടെ നല്ല വെള്ളമായിരുന്നിരിക്കും അല്ലേ? മഴ ഉണ്ടായിരുന്ന സമയത്ത്. പക്ഷെ ഇപ്പം നല്ല ഭംഗി. അതാണ് ഞാനിങ്ങനെ പറയാം. ഞാനിങ്ങനെ കാണിച്ചു എന്ന് പറഞ്ഞാൽ ആരും ഓടി വന്നിട്ട് വെള്ളത്തിൽ ഇറങ്ങരുത്. ഇതിപ്പോൾ സേഫ് സോൺ ആയതുകൊണ്ട് മാത്രം. അല്ലാത്ത സമയത്ത് നെവർ ഡു ദാറ്റ്. ഡേഞ്ചർ സോണാണ്. ഓക്കെ താങ്ക് യു. ചെരുപ്പൊക്കെ കയ്യിലെടുത്തിട്ടായിരുന്നു മണ്ണാകും. അങ്ങനെ രസകരമായ ഒരു ഹാഫ് ഡേ പരിപാടിയായിട്ടാണ് ഞാൻ ഇറങ്ങിയിരിക്കുന്നത്. ഇനി തിരിച്ച് വീട്ടിലേക്ക് പോകാം. ഒരു ഹാഫ് ഡേ ടൂറായിരുന്നു ഇന്ന്. ഫുഡ് ടൂർ എന്ന് പറഞ്ഞ് ഇറങ്ങി. എത്തിക്കഴിഞ്ഞപ്പോൾ മനോഹരമായ സ്ഥലം ഇതിന് അടുത്തുണ്ടെന്ന് അറിഞ്ഞിട്ടാണ് ഇങ്ങോട്ട് വന്നത്. വരാൻ പറ്റിയ സ്ഥലം. പക്ഷേ ഞാൻ പറഞ്ഞ അപായ സൂചനകളെല്ലാം മനസ്സിലാക്കുക. ഓക്കെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കട്ടെ. വരിക, ഈ കടകളിലൊക്കെ അടിപൊളിയാണ്. അപ്പോൾ താങ്ക് യു സോ മച്ച്. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് കീപ്പ് ഓൺ വാച്ചിങ് ലക്ഷ്മി നായർ ട്രാവൽ വ്ളോഗ്സ്. ലവ് യു ഓൾ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ